ഹായ് ഓൾ അസ്സലാമു അലൈക്കും. NS വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള സേമിയ പായസം പെട്ടെന്ന് എങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. ഞാൻ ആദ്യം തന്നെ 2 ഗ്ലാസ് വെള്ളത്തിനകത്ത് 2 ഗ്ലാസ് പാലും കൂടെ മിക്സ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സേമിയയും ചവ്വരിയും അണ്ടിപ്പരിയും മുന്തിരിങ്ങയും ഏലക്കയും നെയ്യൊക്കെ റെഡിയാക്കി വെച്ചു. ഞാനൊന്ന് പാലൊന്ന് അടുപ്പത്തൊട്ടൊന്ന് വെച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. പാലൊന്ന് ചൂടായി വരട്ടെ. അതിലേക്ക് ഞാൻ ചവ്വരി ഒന്ന് ഇട്ട് കൊടുത്തു. ചവ്വരിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അടി പിടിക്കാതെ ശ്രദ്ധിക്കണം. ചവ്വരിക്ക് നല്ലതുപോലെ ഇതേപോലെ വെന്ത് വരുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ സേമിയ നെയ്യിൽ വറുക്കുന്നില്ല, വറുക്കാതെ തന്നെ പാലിനകത്ത് ഇട്ട് കൊടുത്ത് തന്നെയാണ് ഇവിടെ വേവിച്ചെടുക്കുന്നത്. സേമിയൊക്കെ ഒന്ന് അടി പിടിക്കാത്ത രീതിയിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. സേമിയൊക്കെ ഒന്ന് വെന്ത് റെഡിയായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുത്താൽ മതിയാകും. പഞ്ചസാരയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്ക് ഞാൻ കുറച്ച് ഏലക്കയും കൂടെ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. പൊടിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം ഞാൻ 1 ഗ്ലാസ് പാലും കൂടെ അതിലേക്ക് ചേർക്കുകയാണ്. പച്ചപ്പാലാണ് ഇവിടെ ഒഴിച്ചു കൊടുക്കുന്നത്. പാലും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്ക് ഞാൻ ഇറക്കി വെച്ചു. അതിന് ശേഷം ഞാൻ അടുപ്പിൽ ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് കുറച്ച് നെയ്യും അണ്ടിപ്പരിയും മുന്തിരിങ്ങയും കൂടെ വറുത്ത് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന സേമിയ പായസം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.